നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാഡ്നസ്, ആബ്സല്യൂട്ട് മാഡ്നസ്. സാന്റിയാഗോ ബെർണാബുവിലെ കൊപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. കളി 80-ാമത്തെ മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഗോളടിച്ചുകൊണ്ട് റയൽ സോസിഡാഡ് 3-1 മുന്നിൽ, അതായത് അഗ്രിഗേറ്റ് അവർ 3-2 മുന്നിൽ. ഇനി 10 മിനിറ്റേ ഉള്ളൂ, എന്തും സംഭവിക്കാമെന്ന നില. ജൂഡ് ബെല്ലിംഗാമിലൂടെ ഗോളടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് മത്സരം 2-3 ആക്കുന്നു. അഗ്രിഗേറ്റ് 3-3 കഴിഞ്ഞില്ല. ഷൂമനിയുടെ ഗോൾ വരുന്നു പിന്നാലെ 86-ാമത്തെ മിനിറ്റിൽ. മത്സരം 3-3 സമനില. പക്ഷെ അഗ്രിഗേറ്റിൽ റയൽ മാഡ്രിഡ് 4-3 മുന്നിൽ. യെസ്, ഫൈനൽ ഉറപ്പിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഗോൾ അടിക്കുന്നു റയൽ സോസിഡാഡ്. മത്സരം 3-4 അവർ മുന്നിൽ. അതായത് അഗ്രിഗേറ്റ് ആ ഒരു ഘട്ടത്തിൽ 4-4 എന്ന രൂപത്തിലേക്കായി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു. എക്സ്ട്രാ ടൈമിൽ റൂഡിഗറുടെ ഗോൾ പിറക്കുന്നു. റൂഡിഗർ കളിയുടെ 115-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിലൂടെ മത്സരം 4-4 സമനില. അഗ്രിഗേറ്റ് 5-4 റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുന്നു. എന്തൊക്കെയാണ് കളിയുടെ അവസാന മിനിറ്റുകളിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയത്? ഇത് റയലാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ സംഭവിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും അവർ ജയിച്ചു കയറിയിരിക്കും. അതേ ഇപ്പോൾ പറയാനുള്ളൂ. ആഞ്ചലോട്ടി പറഞ്ഞ പോലെ 4 ഗോൾ കൺസിഡർ ചെയ്തു എന്നുള്ളത് നല്ല കാര്യമല്ല. പക്ഷെ ഞങ്ങൾ 4 ഗോളുകൾ അടിക്കുകയും ചെയ്തു. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതാണ് ഞങ്ങളുടെ ടീമിൻ്റെ പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കളി കണ്ടിരുന്ന ആരാധകർക്ക് അതത്ര സന്തോഷം പകരുന്നതായിരിക്കില്ല. പക്ഷേ ഫുട്ബോൾ ലോകത്തിന് ഇതൊരു വല്ലാത്ത പോരാട്ടം തന്നെയായിരുന്നു. കളിയിൽ റയലിനായിട്ട് എൻട്രിക്കും ജൂഡ് ബെല്ലിംഗാമും ഷൂമനിയും റൂഡിഗറുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് പാഡെക്സയുടെ ഗോളുണ്ടായിരുന്നു. അലാബയുടെ ഓൺ ഗോൾ ഉണ്ടായിരുന്നു. ഒയർസബാളിൻ്റെ ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കളി 4-4 സമനില. റയൽ മാഡ്രിഡ് മത്സരം വിജയിച്ച്, അതായത് അഗ്രിഗേറ്റ് വിജയിച്ച് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മത്സരത്തിൽ എൻട്രിക്കാണ് റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയത്. ഒപ്പം റോഡ്രിഗോയും ബെല്ലിംഗാമും വിനി ജൂനിയറും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ഒയർസബാളിനെയും കുബോയെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സോസിഡാഡ് ഇറങ്ങിയത്. കളിയുടെ 16-ാമത്തെ മിനിറ്റിൽ തന്നെ റയൽ സോസിഡാഡ് ലീഡ് എടുത്തിരുന്നു. പക്ഷെ 30-ാമത്തെ മിനിറ്റിൽ എൻട്രിക്കിൻ്റെ ഗോൾ, വിനിയുടെ അസിസ്റ്റിൽ നിന്ന് ഒരു ബ്രസീലിയൻ ഗോൾ പിറക്കുന്നു. മനോഹരമായ രൂപത്തിൽ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. മത്സരം 1-1 സമനിലയിൽ. രണ്ടാം പകുതിയിൽ കളി മുന്നേറവേ കാര്യങ്ങൾ മാറുന്നു. ഡേവിഡ് അലാബയുടെ ഓൺ ഗോൾ 72-ാമത്തെ മിനിറ്റിൽ റയൽ സോസിഡാഡിന് പ്രതീക്ഷ നൽകുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 80-ാമത്തെ മിനിറ്റിൽ ഒയർസബാളിൻ്റെ ഗോൾ വന്നതോടുകൂടി അവരേതാണ്ട് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി എന്ന് ഉറപ്പിച്ചതാണ്. അവിടെ നിൽക്കുമായിരുന്നില്ല. ഇത് റയലാണല്ലോ. 82-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോളും 86-ാമത്തെ മിനിറ്റിൽ ഷൂമനിയുടെ ഗോളും പിറക്കുന്നു. തുടർന്ന് കളിയുടെ ഇഞ്ചുറി ടൈമിൽ ഒയർസബാൾ ഗോൾ അടിച്ചുകൊണ്ട് അഗ്രിഗേറ്റ് സമനിലയാക്കി മാറ്റി. 4-4 സമനില അഗ്രിഗേറ്റിൽ. കളി എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ആർദ ഗുളറുടെ അസിസ്റ്റിൽ നിന്ന് റൂഡിഗറുടെ ഗോൾ പിറക്കുന്നു. റൂഡിഗർ ആ ഗോൾ ആഘോഷിക്കുന്ന രീതി നോക്കണം. നേരെ ആരാധകർക്കിടയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആവേശോജ്വലമായ ഒരു തിരിച്ചു വരവിലൂടെ റയൽ മാഡ്രിഡ് അഗ്രിഗേറ്റ് 5-4 വിജയിച്ച് ഇതാ കൊപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഗംഭീരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്